തലപ്പാവ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു. മൗലവി പറഞ്ഞ് തലപ്പാവ് ധരിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. അതിന് മുമ്പ് ഒരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജ്മീറിലൊക്കെ തലപ്പാവ് ധരിക്കുന്ന ആളുകൾ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഒരുപാട് ആൾ തുണി കൊടുത്തിട്ട് വക്കുന്നുണ്ടല്ലോ, അപ്പം ഉടുത്ത തുണിയും കഴിക്കുമോ മൗലവി എന്ന് ഞാൻ ചോദിച്ചു. അതിന് മൗലവിക്ക് മറുപടി ഉണ്ടായില്ല. പോട്ടെ. പിന്നെ മൗലവി എന്താ പറഞ്ഞ്, ഓരോ സ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ ഭൂരിപക്ഷം അനുസരിച്ചായിരിക്കും. അപ്പൊ പിന്നെ അമേരിക്കയിലും ലണ്ടനിലൊക്കെ എത്തിയാലും മൂപ്പർ തുണിയും കഴിച്ചാൽ ട്രൗസർ കൊടുക്കും. അതൊക്കെ ഞാൻ പറഞ്ഞതാ. എന്നാലേ ഇപ്പൊ മൗലവി വന്നിട്ട് പറയുന്നത് തലപ്പാവിനെ പറ്റി മൂപ്പർ പേരോട് പരിഹസിക്കുക ചെയ്ത്. പരിഹാസമല്ല വേണ്ടത്. എന്റെ ചോദ്യത്തിന് മറുപടി അറിയാൻ വേണ്ടത്. ഞാൻ പരിഹസിക്കായിരുന്നോ ചെയ്തത്? ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നോ? അയാൾ പറയുന്നത് കേൾപ്പിക്കുവാനെ എന്ത് നമുക്കൊന്ന് നോക്കാലോ. അയാൾ പറഞ്ഞ പോലെയാണോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറുപടി പറഞ്ഞ് നോക്കാലോ എന്ന് വെച്ചാൽ ഒരു ചോദ്യമുണ്ട്. ഇയാള് എന്താണെന്നറിയോ, ഞാനിവിടെ ഈ തലപ്പാവിന്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോ തലപ്പാവിന്റെ പോരിശ വിവരിക്കുന്ന ഹദീസുകളൊക്കെ ലഈഫാണ്, ദുർബലമാണ്, വ്യാജമാണെന്ന് പറഞ്ഞിരുന്നു. അതിന് മൂപ്പര് പരിഹസിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ നിങ്ങളുടെ പരിഹാസമല്ല ആവശ്യമുള്ളത്. പിന്നെന്താണെന്നറിയോ, ആ വിഷയത്തിൽ അതാ തലപ്പാവ് കെട്ടി നമസ്കരിച്ചാൽ ഇന്ന പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന സഹീഹായ ഹദീസ് വായിക്കല്ലേ വേണ്ടത്. ആ വിഷയത്തിലുള്ള ഹദീസൊക്കെ ദുർബലമാണ്, വ്യാജമാണെന്ന് പറഞ്ഞതിനെ പരിഹസിച്ചിട്ട് എന്താ കാര്യം? ഇതിന് മൂപ്പരിക്ക് ഇങ്ങനെ സീഡിയിൽ കാണിക്കാണ് തല മറച്ചിട്ടുള്ള കുറെ പണ്ഡിതന്മാരുടെ ഫോട്ടോ. എത്രയും കിട്ടൂല, നേരം വെളുക്കോളം അങ്ങനെ കാണിച്ചൂടെ? കുറെ ഫോട്ടോ കാണിക്കുക. ആരാ അവിടെ തലമറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാണ്. ആ നിലക്കൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് ധാരാളമായി നടന്നത്. മൂപ്പർ അവസാനം പറയാ മൂപ്പര് തെറ്റിദ്ധരിപ്പിക്കാണ്. ആ നിലക്കുള്ള തെറ്റിദ്ധാരണകളാ മൂപ്പർ ഉണ്ടാക്കുന്നത്, അല്ല ഞാനല്ല. കാരണം ഇയാൾ പറഞ്ഞത് ഞാൻ പരിഹസിക്കായിരുന്നോ ചെയ്തത്? പച്ചക്കള്ളം പറഞ്ഞാ മൗലവിയത് പരിഹസിയാ ചെയ്തത്. ഞാൻ എന്താ പറഞ്ഞത് കേട്ടോളി. സുന്നത്താണ് എന്നതിനെ ഞാൻ സഹീഹ് മുസ്ലിമിലെ സഹീഹായ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ട്, എന്നിട്ട് നിങ്ങളെ അൽമനാറും നിങ്ങളെ KM മൗലവിയും DK മൗലവിയും പറഞ്ഞ പുസ്തകങ്ങളും എടുത്തിട്ട് സുന്നത്താണ് എന്ന് തെളിയിക്കാൻ ചെയ്ത്. ഞാൻ പരിഹസിക്കല്ലേ ചെയ്തത്. ഇതിപ്പോ ഇയാൾ പരിഹസിക്കാ ചെയ്യുന്നത്, തെറ്റിദ്ധരിപ്പിക്കാത്. എന്ത് തെറ്റിദ്ധരിപ്പിക്കാണ്? നിങ്ങൾ അൽമനാറല്ലേ ഞാൻ വായിച്ചത്? നിങ്ങളെ പുസ്തകമല്ലേ ഞാൻ വായിച്ചത്? നിങ്ങൾ മൗലവിമാരല്ലേ എഴുതിയത്? ഞാൻ സഹീഹ് മുസ്ലിമിലെ ഹദീസല്ലേ ഉദ്ധരിച്ചത്? ഒന്ന് വെച്ചെടുത്ത പോലെ ഞാനെന്ന് പറഞ്ഞ വാചകം കാണട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതുവെടുക്കുന്ന സമയത്ത് പോലും തലപ്പാവിന്റെ മേലെ തടകി. ഹദീസ്, ആ ഹദീസാണ് കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മൂർധാവും തലപ്പാവിന്റെ മേലെയും തടകി. ഇത് പറയുമ്പോ മൗലവിമാര് വേണേ പറയൂ, അതിന്റെ അപ്പുറത്ത് ഹുഫമ തടയുന്നുണ്ട് മൗലിയാരെ, അതുകൊണ്ട് ഹുഫ സുന്നത്തുണ്ടോ എന്ന് ചിലപ്പോ മൗലവി അടുത്ത വരവിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്നെ മറുപടി അങ്ങോട്ട് പിടിച്ചോ. ഹുഫ ധരിക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാര് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് തലപ്പാവ് ധരിക്കൽ സുന്നത്താണെന്ന് പറയാത്ത പണ്ഡിതന്മാരില്ല. ഒന്നാമതായി പറഞ്ഞതാരാണ്? മൗലവി ശരിക്കും മനസ്സിലാക്കണം, മുജാഹിദിന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. KM മൗലവി, TK മൗലവി, EK മൗലവി, ഈ മൗലവിമാരൊക്കെ കൂടി ചേർന്നിട്ട് മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി അവര് പുറത്തിറക്കിയ പുസ്തകമാണ് കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത്. ഈ അമലിയാത്ത് എന്ന പുസ്തകത്തിൽ മുജാഹിദിന്റെ മുഴുവൻ മൗലവിമാരും എഴുതുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. നമസ്കരിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് ധരിക്കുന്നതും കുപ്പായമിടുന്നതും തലപ്പാവ് ധരിക്കുന്നതും സുന്നത്താകുന്നു. അപ്പൊ മദ്രസയിലെ പുസ്തകത്തിൽ തന്നെ മുജാഹിദിന്റെ നേതാക്കന്മാര് പഠിപ്പിച്ചതാണ്. അതേ തലപ്പാവ് ധരിക്കൽ സുന്നത്താകുന്നു. പൊളിച്ചെഴുതുന്ന കോലമാണ് നിങ്ങൾ കാണുന്നത്. പൊളിച്ചെഴുതുകയാണ് പുതിയ മൗലവിമാര്. പഴയ മൗലവിമാര് എഴുതിയത് പൊളിച്ചെഴുതുകയാണ്. അപ്പൊ തലപ്പാവ് സുന്നത്തില്ല എന്നാ ഇപ്പം പറയുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി അൽമനാറാണ് കാണിക്കാൻ പോകുന്നത്. മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ വരട്ടെ. അൽമനാറ്, ഈ അൽമനാറ് അതേ മുജാഹിദിന്റെ മുഖപത്രം 1950 കാലത്തിറങ്ങിയ അൽമനാർ എന്ന മുഖപത്രം. അതിലതാ എഴുതുന്നു, മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ തലമറക്കൽ തൊപ്പി കൊണ്ടോ തലപ്പാവ് കൊണ്ടോ എന്തുകൊണ്ടായാലും വേണ്ടില്ല, സുന്നത്താണ്. ഇപ്പൊ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1950 പറയുന്നത് തലപ്പാവ് കൊണ്ടോ തൊപ്പി കൊണ്ടോ തലമറക്കൽ സുന്നത്താണ്. ഇപ്പോൾ മൗലവി നാദാബത്ത് വന്ന് പറയുന്നത് അത് സുന്നത്തല്ല, ഞാൻ വിദേശത്ത് നിന്ന് മറിച്ചത് സുന്നത്താണെന്ന നിലക്കല്ല. കണ്ടോ?
അപ്പൊ സുന്നത്താണ് എന്നുള്ളതിന് അവരുടെ മദ്രസയിൽ പഠിപ്പിച്ച പുസ്തകവും മാസികയും സഹീഹ് മുസ്ലിമിന്റെ ഹദീസും ഒക്കെ ഉദ്ധരിച്ചിട്ട് ഇപ്പൊ മൗലവി വന്നിട്ട് എന്താ പറഞ്ഞ് പരിഹാസമല്ല വേണ്ടത്, മുസ്ലിം പരിഹസിക്കാണ്. മൂപ്പര് പറയാ ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് നടന്നത്. മൂപ്പര് തെറ്റിദ്ധരിപ്പിക്കുന്നതേ ഇത്രയും ലജ്ജയില്ലാത്തൊരു മൗലവി നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനി ഞാൻ ചുരുക്കട്ടെ, ഈ മൗലവിയെ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒന്ന് കേൾക്കണോ ഇയാൾ കാണിച്ച ഒരു വഞ്ചന.